ഹലോ നമസ്കാരമുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രിപ്പ് നമ്മൾ വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വയനാട്ടിൽ എൻ്റെ കയ്യിൽ ചെമ്പരത്തിക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ചെമ്പരത്തിക്ക് കയ്യിൽ പിടിച്ചിട്ട് ഒരു ഇൻട്രോ എന്നല്ലേ. നമ്മൾ ചെമ്പരത്തി പൂ പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു 100% ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വയനാട് വടുവഞ്ചാലിൽ നിന്ന് അറൗണ്ട് ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള ചെമ്പരത്തി റിസോർട്ട്. ഈ റിസോർട്ട് ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലായിട്ട് 5 മനോഹരമായിട്ടുള്ള കപ്പിൾ കോട്ടേജുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഒരു ഇൻഫിനിറ്റി പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഈ പൂളിങ്ങനെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണ്. ഇവിടുത്തെ പൂള്, ഈ പൂളാണ് ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു മൗണ്ടൈൻ വ്യൂ, വയനാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ കാണുന്നത്. നീലിമല വ്യൂ പോയിൻ്റ് ആണ് ഇതിൻ്റെ പേര്. നമുക്ക് ഇവിടെ കോട്ടേജുകൾ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ മെയിൻലി ഇവിടുത്തെ ആംബിയൻസ് നല്ല സൈലൻ്റ് ആയിട്ട് നല്ല കിടിലൻ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. കാണാൻ നമുക്കിനി ചെമ്പരത്തി റിസോർട്ടിൻ്റെ കോട്ടേജുകളും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് വ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. നമുക്കിവിടെ മെയിൻലി ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി ആണ് പ്രോപ്പർട്ടി 100%. ഫാമിലീസിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സാർ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോൾ ക്യാരം ബോർഡ് ഉണ്ട്, ചെസ് ബോർഡ്. പിന്നെ നമ്മൾ ക്യാൻഡിൽ ഡിന്നറൊക്കെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യും. വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവിടുത്തെ കോട്ടേജുകൾക്കൊക്കെ പേരിട്ടിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ചെമ്പരത്തി പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് കോട്ടേജുകൾക്കൊക്കെ ഇവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഓരോ കോട്ടേജ് വൈസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കോട്ടേജുകളാണ്. ചെമ്പരത്തി എന്നാണ് റിസോർട്ടിൻ്റെ പേര്, പക്ഷേ ഇവിടുത്തെ കോട്ടേജ് പേരുകളും പൂവിനെ ഉപമിച്ചുകൊണ്ടാണ്. ഇലഞ്ഞി, അശോകം, ചെമ്പകം, ഇതാണ് പ്രീമിയത്തിൽ വരുന്ന 3 ഡിഫറെൻറ്റ് കാറ്റഗറി റൂംസുകൾ. അതുപോലെ തന്നെ ഡീലക്സ് കാറ്റഗറിയിൽ 2 കോട്ടേജുകളാണ് വരുന്നത്, പാരിജാതം, മന്ദാരം. നല്ല വെറൈറ്റി പേരുകൾ നമ്മൾ സീരിയലിലൊക്കെ കേട്ടിട്ടുണ്ടാവും, പാരിജാതം, മന്ദാരം, ഇങ്ങനെയുള്ള പേരുകളല്ലേ. ശരിക്കും ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി റൂമാണ്. നമുക്ക് റൂമിൽ ഒത്തിരി അമ്യൂണിറ്റീസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോംപ്ലിമെന്ററീസ് ആയിട്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്രീനിൽ TV വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മിനി ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൂമിൽ. കണ്ടോ, ഇവിടെ മിനി ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിനി ബാറിൽ നമ്മൾ കോംപ്ലിമെന്ററീസ് ഒക്കെ കൊടുക്കാറുണ്ടോ? സ്നാക്സ് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം മിനി ബാർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടീ കോഫി മേക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് എമർജൻസി ടീ കോഫിയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമ്മളെല്ലാ പ്രോപ്പർട്ടീസിലും പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, അതുപോലെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അലമാര, ലോക്കർ ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബാത്റൂം. ഇതാണ് ബാത്റൂം അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. നമുക്കിവിടെ മിററും അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്. അത്യാവശ്യം ഇവരുടെ സൈഡിൽ നിന്ന് എല്ലാവിധ നമുക്കൊരു വാഷ്റൂമിൽ യൂസ് ചെയ്യേണ്ട ഷാംപൂ, സോപ്പ്, ഡെന്റൽ കിറ്റ്, ഇങ്ങനെയുള്ള കോംപ്ലിമെന്ററീസ് ഒക്കെ നല്ല ക്വാളിറ്റി വൈസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല നീറ്റാണ് വാഷ്റൂമൊക്കെ, നല്ല നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്രത്യേകത, ഈ റൂമിനൊരു കിഡിലൻ ബാൽക്കണി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി വ്യൂ കേട്ടോ. അവിടെ നല്ല വുഡിന്റെ ചെയറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പം കുറച്ച് വെയിലായതുകൊണ്ട് നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല, പക്ഷെ ഒരു ഈവനിങ്ങിലും മോർണിംഗിലൊക്കെ നല്ല വൈബായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ കുരങ്ങന്മാരുടെ ഒക്കെ ഡിസ്റ്റർബൻസ് ഇല്ല, പക്ഷെ കുരങ്ങന്മാരൊക്കെ അങ്ങ് ചാടി കളിക്കുന്നുണ്ട്, ബേർഡ്സ് സൗണ്ട് ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഫീലൊക്കെയാണ്, അടിപൊളിയാണ്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ, നല്ല മൗണ്ടൈൻ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുക. കണ്ടല്ലോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ചെമ്പകം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കോട്ടേജാണ്, ഒരു വുഡൻ കോട്ടേജാണ്.
വുഡ് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ കോട്ടേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ട്രീ ഹട്ട് പോലെയാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിന്റെ ബാൽക്കണി വ്യൂ എന്നുണ്ടെങ്കിൽ ഒരു പൂൾ ഫേസ് ആണ് ഇതിന്റെ ബാൽക്കണി കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ചെമ്പകം എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം കാറ്റഗറിയിലെ ഈ റൂംസിന്റെ നമുക്ക് ഉൾഭാഗം ഒന്ന് കാണാം. ചെമ്പകം നല്ല രസമുള്ള പേരുകളാണ്. ചെമ്പകം, എലഞ്ഞി, അങ്ങനെയുള്ള വെറൈറ്റി പേരുകളാണ്. വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഒരു പൂൾ ഫേസ് ബാൽക്കണിയാണ് ഇതിന്റെ. ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബാൽക്കണീന്റെ ഈ ഗ്ലാസ് ഒരു സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂള് നല്ല അടിപൊളിയായിട്ട് താഴെ ഇങ്ങനെ കാണാം. ഇവിടുത്തെ പൂള് ആണ് ഈ ഒരു മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഈ മുകളിൽ വരുമ്പോഴാണ് ആ പൂളിന്റെ ഒരു വ്യൂ എത്രത്തോളം അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുക. ഇത് ഏറ്റവും ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ് ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ പൂളിൻ്റെ ഭംഗി എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. അപ്പോൾ പ്രീമിയം കാറ്റഗറിയിൽ ചെമ്പകം എന്ന് പറയുന്ന റൂംസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഒരു ഭയങ്കര ഹെവി ഡൈനിങ് ഒന്നുമില്ല, പക്ഷെ ഇവിടെ 5 കോട്ടേജുകളാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ ആണിത്. കണ്ടല്ലോ, നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു സെയിം വ്യൂ ആണ്. മൗണ്ടെയിൻ വ്യൂ ആണ്. പിന്നെ നല്ല സൈലൻ്റ് അല്ലേ ഇവിടെ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. നമുക്കിവിടെ ഓവർ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഫീൽ ചെയ്യില്ല. വളരെ സൈലൻ്റ് ആയിട്ട് നല്ല ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷം, അങ്ങനെ ബേഡ്സിൻ്റെ ചീകിടിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായ പോലത്തെ ഒരു ഫീലൊക്കെയാണ്. പിന്നെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെൻ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇവർ ബൊഫയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിന്നർ അലാക്കാട്ടാണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇവിടെയുള്ള മെനു പ്രകാരം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. വളരെ നല്ല വിദഗ്ധരായിട്ടുള്ള ഷെഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു മൗണ്ടെയിൻ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. അടിപൊളി, നല്ല ആംബിയൻസ് വൈസ് അടിപൊളിയാണ്. ഇത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട് ഓഫീസാണ്. ഭയങ്കര കൂളിംഗ് ആണ് അതിനകത്ത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കച്ചി എന്നാണ് ഇവിടെ പറയുന്നതിന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ വൈക്കോൽ എന്ന് പറയും. അപ്പോൾ കച്ചി വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ റിസപ്ഷനാണ്. റിസപ്ഷൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇവിടെ ചെറുതായിട്ട് ഒരു നാച്ചുറലായിട്ട് വെള്ളം വീഴുന്ന പോലെ ഉണ്ട്. നല്ല ഒരു അടിപൊളിയായിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഇത് വിചാരിച്ചത് ഒരു ബെഡ്റൂം ആയിരിക്കും, നല്ല കോട്ടേജ് ആണെന്നാണ് ഫീൽ ചെയ്തത്. റിസപ്ഷനിൽ ഇവർ ലോഗോ ഉണ്ടോ, ലോഗോ ചെമ്പരത്തി കൊണ്ട് ലോഗോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ചെമ്പരത്തി റിസോർട്സിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവിടുത്തെ കോട്ടേജുകളായാലും നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വൈസ് വ്യൂ, അതുപോലെ തന്നെ പൂളിൻ്റെ ഒരു വ്യൂ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 100% കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹണിമൂൺ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയിലെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തരുത്. കാരണം ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. അറൗണ്ട് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10,000 എബോവ് മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് GST. ചിലപ്പോൾ അതിനകത്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവായിരിക്കും. കാരണം സീസൺ, ഓഫ് സീസൺ, അങ്ങനെ പല ടൈമിങ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസിലൊക്കെ വേരിയേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് 10,000. അതിനകത്ത് ചിലപ്പോൾ എബോവ് 10,000 ആകാം, ബിലോ 10,000 ആകാം. അതൊക്കെ സീസൺ അനുസരിച്ചിട്ടാണ് പ്രൈസിലൊക്കെ വേരിയേഷൻ ഉണ്ടാവുക. എന്തായാലും നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രീമിയം റൂമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ടൈമാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഏകദേശം നമ്മളെ ഇഫ്താറൊക്കെ ടൈം ആവാറായിട്ടുണ്ട്. 6:40ക്കാണ് നമ്മൾ ബാങ്ക്. അപ്പോൾ നമുക്കിന്ന് സുൽത്താൻ ബത്തേരിയിലെ വിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇഫ്താറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇഫ്താറൊക്കെ കഴിച്ച് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് എനർജി ആയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ പൂളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ റിസോർട്ടിൽ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂറായി. ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ ചെന്ന്
ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഫ്രഷപ്പായി ഇനി നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ്. ദെൻ ആഫ്റ്റർ നമുക്ക് ഇഫ്താറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൂളും ഇവിടുത്തെ നൈറ്റ് വൈബൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാർബിളിൻ്റെ പീസ് ഉണ്ടോ, ഇങ്ങനെ ഈ റിസോർട്ടിൻ്റെ ചില ഗ്യാപ്പുകളൊക്കെ ഇതുപോലെ കാണാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാറ്റഗറി വൈസ് റൂമിൻ്റെ ഒക്കെ പേരുകളൊക്കെ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണത്. മിക്ക റിസോർട്ടുകളിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ആ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരോ ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് അശോകം, എലഞ്ഞി, അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ, സ്വിമ്മിംഗ് പൂള്, സ്പാ. ഇവിടെ സ്പായുണ്ട്. സ്പാ ഇപ്പോൾ ചെറിയ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെമ്പകം, മന്ദാരം, പാരിജാതം, ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറി റൂംസൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്രണ്ടേജിലേക്കാണ് ആരോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 കോട്ടേജുകളും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് എല്ലായിടത്തും ഇതുപോലെ ആരോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരം അടുക്കുംതോറും നല്ല തണുപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു നാച്ചുറാലിറ്റി, ഭയങ്കര ഒരു സൈലൻ്റ് ഏരിയ. കാരണം ഇത് ഒരുപാട് ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി. ടൗണിലത്തെ ആ ഒരു തിരക്കുകളോ വണ്ടികളുടെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും നമുക്കിവിടെ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു സൈലൻ്റ് ആയിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റേ ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെയുള്ള ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ വിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇഫ്താർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനിയൊരു 1/4 മണിക്കൂർ നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ ഇഫ്താർ കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇഫ്താറൊക്കെ കഴിച്ചിട്ട് റിട്ടേൺ റിസോർട്ടിൽ വന്നിട്ട് വേണം നമുക്ക് പൂളിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇവിടെ നമുക്കിങ്ങനെ നടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇങ്ങനെ ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട് അതിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീൽ. ഈ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് ഭയങ്കര ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും കോട്ടേജിനും ഇവിടുത്തെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ആയാലും നമുക്ക് വരിക. ക്യാമ്പ് ഫയർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രില്ലിംഗ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻഡിലെ ഡിന്നറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. രാത്രിയിലാണ് നല്ല വൈബ് കേട്ടോ. നല്ല ശരിക്കും ഭയങ്കര സൈലൻറ്റ്, നല്ല സൈലൻറ്റ് വെച്ചാൽ ഭയങ്കര സൈലൻറ്റ്. ഇങ്ങനെ ആ ഒരു ചികിടും ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. നല്ല രസമുണ്ട് രാത്രിയിൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ഓഫീസിലാണ്. ഫ്രണ്ട് ഓഫീസ് ഭയങ്കര ഹൈലൈറ്റാണ്, നല്ല ഭംഗിയാണ്. ആ രാത്രി ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡിന്നർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവർ അലാക്കാട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പട്ടി കുരക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കുറച്ച് ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. പ്രോപ്പർട്ടീൻ്റെ തന്നെ വളരെ അടുത്തായിട്ട് കുറച്ച് ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പട്ടിയാണ് തോന്നുന്നത്, കുരയ്ക്കുന്നുണ്ട്. അതാണ് സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിഞ്ഞ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ രാവിലെ പൂളിൻ്റെ വ്യൂ ഒന്നും കൂടെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇവിടുത്തെ പൂളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് ഭയങ്കര സൈലൻറ്റ്, നല്ലൊരു ഏരിയ, അതൊക്കെയാണ് മെയിൻലി. കപ്പിൾസിന് എന്തായാലും ഈ പ്രോപ്പർട്ടി 100% വർത്താവും. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ കുറച്ച് ലൈറ്റായി എണീക്കാനായിട്ട് 8 മണിക്കാണ് എണീറ്റത്. കാരണം ഇന്നലെ ലൈറ്റായിട്ടാണ് ഉറങ്ങിയത്. പൂളിലൊക്കെ ഇറങ്ങി രാത്രിയിൽ അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ലൈറ്റായി. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ലൈറ്റായി. അപ്പോൾ ബാൽക്കണിയിലാണ്. ഈ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ നീലിമല വ്യൂ പോയിൻ്റ് കാണാം. ഞാൻ ഇടയ്ക്കൊരു 6 മണിയാകുമ്പോൾ എണീറ്റായിരുന്നു. അപ്പോൾ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളിയാണ് വ്യൂ പോയിൻ്റാണത്. അവിടെ ഒരു വാട്ടർഫോൾസിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. പക്ഷേ ഇപ്പം വെള്ളം ഒക്കെ കുറവാണ്. പക്ഷെ എന്താ അറിയില്ല, ഒരു റിവറിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത് താഴ്ന്ന്. ഇനിയിപ്പോൾ താഴെ വല്ല ചെറിയ റിവറോ എന്തെങ്കിലും ഒഴുകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ നീലിമല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ആ വ്യൂ പോയിൻ്റ് എന്നുള്ള നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നാച്ചുറലായിട്ടുള്ള ആ ഒരു കാറ്റും ഇതൊക്കെ നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം.
ശരിക്കും നല്ലൊരു സ്റ്റേ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം, കാരണം അറിയാലോ ചൂട്, ഞാൻ മലേഷ്യ ലങ്കാവി പോയൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം കക്കാടംപോയിൽ പോയപ്പോഴും നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടി. അതിന് ശേഷം വീണ്ടും വയനാട്ടിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ ചെമ്പരത്തിയിൽ നമുക്ക് കിട്ടിയത്. ഇന്നലെ നമ്മൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് നോമ്പൊക്കെ തുറക്കാനായിട്ട് പോയത്. സുൽത്താൻ ബത്തേരി വിൽട്ടൺ. നല്ല ഇഫ്താർ കോംബോ ഒക്കെ ഓഫ് ഇതൊക്കെ ഉണ്ട്, അവിടെ ഓഫറൊക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു ഇഫ്താർ. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിൽ ഈ നോമ്പ് സമയത്തൊക്കെ നിങ്ങൾ വയനാട്ടിലോട്ട് വരുമ്പോൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ പോയാൽ നല്ല ഇഫ്താറും കൂടാ. ഇവിടുന്ന് അറൗണ്ട് 20 കിലോമീറ്ററാണ് ചെമ്പരത്തി റിസോർട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് പോയി വരാൻ പറ്റും. വടുവഞ്ചാൽ കട്ട് ചെയ്തിട്ട് വടുവഞ്ചാൽ ടച്ച് ചെയ്തിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് വടുവഞ്ചാലാണ് വയനാട്ടിലെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ടൗൺ. ഇവിടുത്തെ 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വടുവഞ്ചാലിലേക്ക് കേട്ടോ. ഇത് കാടശ്ശേരി എന്നാണ് ഈ ഒരു ലൊക്കേഷനിൽ കറക്റ്റ് പറയുക. അതായത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ മീനങ്ങാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കപ്പിൾസിന് നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് കപ്പിൾസിനാണ് കൂടുതൽ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതിനാലുള്ള പ്രശ്നം ഇവിടെ ഇൻഡോർ ആക്ടിവിറ്റീസ് കുറവാണ്. ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിട്ട് ചെസ്സ് ബോർഡ്, ക്യാരംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസ്, ടേബിൾ ടെന്നീസ്, ക്യാരംസ് പിന്നെ ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള ഗെയിംസുകളൊക്കെ കുറവാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്നതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടി ഫീൽ ചെയ്തേക്കാം. പക്ഷേ കപ്പിൾസിന് എന്തായാലും ബോറടി ഫീൽ ചെയ്യില്ല. ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലിയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, കേക്ക്, ഫ്ലവർ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് തരും ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന കപ്പിൾസിന്. അപ്പോൾ തീർച്ചയായിട്ടും കപ്പിൾസിന് ഈ ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ ചെമ്പരത്തിയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ സ്റ്റേ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് വീഡിയോ കാണുന്നവർ അറിയിക്കാനും മറക്കരുത്. ഞാൻ പൂളിൽ അഗെയിൻ ഒന്നും കൂടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മോർണിംഗിൽ പൂളിൻ്റെ ആ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് മോർണിംഗിൽ അതിരാവിലെ നമ്മൾ പൂളിറങ്ങാനായിട്ട് നമ്മുടെ ചെമ്പരത്തി റിസോർട്ട്സിലെ ഇൻഫിനിറ്റി പൂളിലാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ഷവർ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഭയങ്കര ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ അല്ലേ. ഭയങ്കര ഗ്രീനിഷായിട്ട്, നല്ല ഗ്രീനിഷായിട്ട്, വെള്ളമൊക്കെ ഭയങ്കര ക്ലീൻഡായിട്ട്, നല്ല വ്യൂ. നമുക്ക് നീലിമല വ്യൂ പോയിന്റ് വ്യൂ ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ വരുന്നത്. നമ്മളിന്നലെ രാത്രിയൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് പൂള്. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് ഗായ്സ്. അപ്പം നമ്മൾ വയനാട് വടുവഞ്ചാൽ നിയർ ബൈ ആയിട്ടുള്ള ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള 100% ഹണിമൂണേഴ്സിനൊക്കെയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫാമിലീസിനും ഇവിടെ വരാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളൊക്കെ നമ്മൾ കണ്ടല്ലോ, നല്ല ഹൈലൈറ്റ് ആണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. ഇവിടുത്തെ പൂൾ വ്യൂ ഒക്കെ അതിമനോഹരമാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഒരു കുറേ നാളുകൾക്ക് ശേഷം വയനാട്ടിൽ വന്നിട്ട് നല്ലൊരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഓഫർ പ്രൈസിലൊക്കെ റിസോർട്ട്സ് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് ഇതുപോലുള്ള അടിപൊളി യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഞാൻ സെയ്തു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.